രാജ്യത്തിന്റെ വികസനത്തിനായി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സൃഷ്ടിച്ച പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ എല്ലാ വിദ്യാർത്ഥികളെയും സഹായിക്കുന്നതിന് ബംഗളൂരു സർവകലാശാലയിൽ ഗവേഷണ പഠന കേന്ദ്രം ആരംഭിക്കുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. മൻമോഹൻ സിംഗിന്റെ മരണത്തോടെ രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും മായില്ലെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. But I am very proud to tell that though Manmohan Singh is no more, he is still alive. His contribution to the nation from a small common man who was striving for food. Whatever he has made the act in the constitution, through the constitution, it can't be changed. In many governments could not change the Aadhaar, the unique identification card. All the people for thousands of years who were in the forest got their right. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്നലെയാണ് അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. ഡൽഹി എയിംസിൽ ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അധ്യാപകനായി തുടങ്ങിയ പ്രധാനമന്ത്രി പദം വരെ എത്തിയ അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് അടിത്തറ പാകി. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.